ഹായ് ഹലോ. ഇന്നും ഒരു കമൻറ്റ് വന്നിരുന്നു. കമൻറ്റ് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്, പക്ഷേ എത്രത്തോളം അവർക്ക് മനസ്സിലായെന്ന് അറിയില്ല. പിന്നെ മണൽ എവിടെ നിന്ന് കിട്ടുന്നതാണ് ചോദ്യം കേട്ടോ. അപ്പം ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട്, പുഴയിൽ നിന്നാണ്. നമുക്കൊരു 8 വർഷം അല്ലെങ്കിൽ 10 വർഷം മുമ്പൊക്കെ നമുക്ക് സുലഭമായിട്ട് പുഴയിൽ നിന്ന് മണൽ കിട്ടുമായിരുന്നു. നമ്മുടെ വീട്ടിൻ്റെ പണിക്കൊക്കെ നമുക്ക് തേപ്പിനൊക്കെ ആയിട്ട് നമുക്ക് സുലഭമായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് മണൽ എടുക്കുന്നത് എന്താ പറയുക, നിർത്തി വെച്ചിട്ടുണ്ട്. കുറേ കാലമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഒരു മണലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ പഞ്ചായത്ത് മുഖേന അല്ലെങ്കിൽ കോർപ്പറേഷൻ മുഖേനൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ മണലെടുക്കുന്നത് കുറേ ആയി ഇങ്ങനെ നിർത്തി വെച്ചുകൊണ്ട് അത്രത്തോളം ഒന്നും എടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും വീടിൻ്റെ പണിക്കൊക്കെ ഉപയോഗിക്കുന്നത് എംസാനാണ്. അപ്പോൾ നമുക്ക് മണൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ല മണലാണ് കേട്ടോ. ഏത് ചെടി വേരെടുപ്പിക്കാനോ ഏത് ചെടിക്കും പെട്ടെന്ന് നന്നായിട്ട് വേരോടാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് മണൽ. അപ്പോൾ മണൽ ഇപ്പം കൂടുതലായിട്ട് കിട്ടാത്ത കൊണ്ട് തന്നെ നമുക്ക് എംസാന് കഴുകി ഉണക്കി ഉപയോഗിക്കട്ടെ. നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് ഉണക്കിയിട്ട് ഉപയോഗിക്കാം. മണലിനെ പോലെ ഉപയോഗിക്കാം. അത് നന്നായിട്ട് കഴുകണം കേട്ടോ. അപ്പോൾ മണലാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ടൊക്കെ, എൻ്റെ വീട്ടിൻ്റെ പണിക്കൊക്കെ മണലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ എംസാനാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് മണൽ കിട്ടുന്നില്ലല്ലേ. ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ എംസാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടിക്ക് നന്നായിട്ട് എന്താ പറയുക, നമ്മുടെ വേരോട്ടത്തിനും ചെടി പെട്ടെന്ന് പിടിക്കാനും ഒക്കെ തന്നെ നമുക്ക് നല്ലതാണ് മണൽ. പക്ഷേ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. കാരണം ഇപ്പം അങ്ങനെ കിട്ടുന്നില്ല. ഇപ്പം എല്ലാവരും ഇതാണ് കാണുന്നത്. അപ്പോൾ പുഴയിൽ നിന്നാണ് കേട്ടോ മണൽ കിട്ടുക. അപ്പോൾ ആരും ഇനി നമുക്ക് എവിടെ പോയാലൊന്നും കിട്ടില്ല, പുഴയിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ മണൽ വിൽക്കുന്ന കടകളുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ പുഴയിൽ നിന്ന് കിട്ടുന്ന അതാണ് മണലാകുമ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല ചെടിക്ക് ഏറ്റവും ബെസ്റ്റാണ് മണൽ കേട്ടോ. അപ്പോൾ മണലില്ലാത്തത് കൊണ്ടാണ്, നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഈ അഗ്ലോണിമ പ്ലാന്റൊക്കെ നടുന്ന സമയത്ത് നമ്മൾ പെർലൈറ്റ് ഉമിയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വേര് ഓട്ടത്തിനും വേര് സഞ്ചാരത്തിനും ഒക്കെ ആയിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക, അതിനാണ് നമ്മൾ ഇപ്പോൾ പെർലൈറ്റ് ഉമിയൊക്കെ ആഡ് ചെയ്യുന്നത്.